ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മോഷനെ പ്ലെയിനിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൽ 2 ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളപ്പോഴായിരുന്നു നമ്മൾ നിർത്തിയത്. സോ അത് തൊട്ട് നമുക്കിന്ന് തുടങ്ങാം. നോക്കിയാലോ, ഇതായിരുന്നില്ലേ നമ്മൾ മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ്. എന്താണ് നോക്കൂ ആദ്യം. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram with a velocity 20 meter per second at an angle of 40 with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? എന്താ ക്വസ്റ്റ്യൻ? ഒരു ബോയ് എന്താണ് യെസ് 200 gram മാസ് ഉള്ള ഒരു ബോള് 20 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയിൽ ത്രോ ചെയ്യാണ്. ഇങ്ങനെ ആംഗിൾ 40, തീറ്റ എത്രയാണ്? 14 ആണ്. വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, വിത്ത് ഹൊറിസോണ്ടൽ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? യെസ്, കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ. ആ ബോളിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ട്രജക്ടറി. കൂടാതെ എന്തും പറഞ്ഞിട്ടുണ്ട്, അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ട്രജക്ടറി എവിടെയാണ്? യെസ്, നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലുള്ള ബോളിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം എന്ത് കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചതാണ്. ബോളിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെയായിരുന്നു? ഹയസ്റ്റ് പോയിന്റിലാകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഓൺലി ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. വെർട്ടിക്കൽ കമ്പണൻറ്റ് ഉണ്ടോ അവിടെ? ഇല്ല. ഇവിടെ യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പണൻറ്റ് യു സൈൻ തീറ്റ അല്ലേ. നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുമ്പോഴേക്കും അതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻറ്റ് എന്താവും? 0 ആയിട്ട് മാറും അല്ലേ. ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് യു കോസ് തീറ്റ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണെന്ന് നമുക്കറിയാം. അറിയാലോ, ഹാഫ് mv² ആണെന്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള ഒരു പരാബോളിക് പാത്തിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും പറഞ്ഞേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v. എന്താണ്? യെസ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി അല്ലേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും എന്ത്? യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണല്ലോ. യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇനി തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിക്കേ. എന്തൊക്കെയാണ് തന്നത്? മാസ് 200 gram ആണ് തന്നിട്ടുണ്ട്. അതായത് 0.2 കിലോഗ്രാം അല്ലേ. 200 gram ആണ്, ദാറ്റ് ഈസ് 0.2 കിലോഗ്രാം. എങ്ങനെയാണ് കിട്ടിയത്? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? യെസ്, 200 കളർ പോയി. യെസ്, 200 ഇൻറ്റു 10⁻⁻3. ഇങ്ങനെയല്ലേ ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാം. 200 ഇൻറ്റു 10⁻⁻3. ഇപ്പം ഒരു എക്സ് ഗ്രാം ആണുള്ളതെങ്കിൽ ഇതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? യെസ്, അതിൻ്റെ കൂടെ 10⁻⁻3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു 10⁻⁻3 കിലോഗ്രാം. ഓക്കെ, കിലോഗ്രാം. മനസ്സിലായോ എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റിയതെന്ന്? സോ നമുക്ക് തന്നിരിക്കുന്നത് 200 gram ആയിരുന്നു. അതിന് ഞാൻ എന്താക്കി? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെയാണ്? 200 ഇൻറ്റു 10⁻⁻3. ഇപ്പം എനിക്കെന്ത് കിട്ടി? 0.2 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, കിലോഗ്രാം അല്ലേ, കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? യെസ്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ. കാണുന്നുണ്ടോ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി തന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? യെസ്, ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? ഇനി കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. എന്തേ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നേരിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹാഫ് ഇൻറ്റു m യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ അല്ലേ നമ്മുടെ ഇക്വേഷൻ. യെസ്, ഹാഫ് ഇൻറ്റു m എത്രയാണ്? 0.2 അല്ലേ. ഇൻറ്റു യു എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി 20 ഇൻറ്റു കോസ് 40 ഹോൾ സ്ക്വയർ. നോക്കൂ, ഹാഫ് ഇൻറ്റു 0.2 ഇൻറ്റു 20 ഇൻറ്റു കോസ് 14 എത്രയാണ്? നോക്കിക്കേ, എല്ലാവരും വേഗം കാൽക്കുലേറ്റർ എടുക്കൂ. എവിടെ? കോസ് 14 ഈക്വൽ ടു 0.76 ഇൻറ്റു ഹോൾ സ്ക്വയർ ഇൻറ്റു 20 ഈക്വൽ ടു 15 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.2 ഇൻറ്റു 15.32 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കണ്ടേ? ഇനി
ഹോൾ സ്ക്വയർ എടുത്ത് എത്രയാണ്? ഹോൾ സ്ക്വയർ കൂട്ടും 23½ ഇൻറ്റു 0.2 ഇൻറ്റു 234.72. ഓക്കെ, 234.72 ആണെന്ത്. ഇനി നമുക്ക് ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നമുക്ക് കിട്ടാം 23.4 സംതിങ് കിട്ടും. ഓക്കെ, 23.4 ആണെന്ത് 4 ജൂൾ കൈനറ്റിക് എനർജി അല്ലേ. സോ 23.4 ജൂൾ ആണെന്ത് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് കിട്ടിയത് ഒന്നും കൂടി നോക്കിയേ. ചോദ്യം എന്തായിരുന്നു? ഒരു കുട്ടി എന്താണ് 200 ഗ്രാം മാസുള്ളൊരു ബോൾ എന്താണ് എറിയാണ്. എത്ര വെലോസിറ്റിയിൽ? 20 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടിട്ടാണ് എന്ത് ഒരു 200 ഗ്രാമുള്ള ഒരു മാസുള്ള ഒരു ബോൾ കുട്ടി എറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബോളിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എവിടെയുള്ളത്? യെസ്, അറ്റ് ഹയസ്റ്റ് പോയിന്റ്, ട്രജക്ടറി പാത്തിൻ്റെ ഹയസ്റ്റ് പോയിന്റിലുള്ള എന്ത് കണ്ടുപിടിക്കാനാണ്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി =12mv² ആണ്. വി എന്താണ്? വെലോസിറ്റിയിൽ നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ആ വിയുടെ പകരം ഞാൻ എന്താക്കി? ജസ്റ്റ് ആ u cos θ എന്ന് പുട്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടി? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് മാസ് എന്താണ് 200 ഗ്രാം ആണ്. 200 ഗ്രാമിന് എനിക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? യെസ്, ഇൻറ്റു 10⁻³ അതായത് 0.2 കിലോഗ്രാം എന്ന് കിട്ടും. വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡിലാണ് നമ്മൾ എന്താണ് എറിഞ്ഞത്. തീറ്റ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് പറയാം. ഒന്നുമില്ല, നമ്മുടെ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതും. 20 ഇൻറ്റു cos 40 ഹോൾ സ്ക്വയർ. നമുക്ക് അങ്ങനെ ചെയ്ത് എന്ത് കിട്ടും? 23.4 ജൂൾ കിട്ടും. ഓക്കെ, മനസ്സിലായി അങ്ങനെ ചെയ്തത്? 23.4 ജൂൾ. അത് നമ്മൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഐഡിയ കിട്ടുന്നവരെ നമ്മൾ വായിക്കുക. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. അറിയുന്ന ഇക്വേഷൻസ് എഴുതാം. ഇക്വേഷൻസ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയാൽ കുറച്ച് ഒരു ഐഡിയ കിട്ടും. ഏത് ഇക്വേഷൻസ് ആണ് ഈ കമ്പോണൻസ് ഒക്കെ വരുന്ന, ഏത് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. An athlete jump at an angle 30 degree. ഇതാണ് 30 degree with a maximum speed of 90.4 meter/second. What is the shape of the path followed by the athlete in the jump? പറഞ്ഞേ, ഏതാണ് shape of the path? What is the shape of the path followed by athlete in the jump? ആ ജമ്പ് ചെയ്തപ്പം ഏത് പാത്ത് ആയിരിക്കും ആ അത്ലറ്റ് ഫോളോ ചെയ്തതെന്നാണ് ചോദ്യം. പറയൂ, ഏതാണ്? യെസ്, പരാബോള. എന്തേ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പരാബോള അല്ലടാ. അല്ലേ? എന്താണ്? ഒരു അത്ലറ്റ്. ഈ അത്ലറ്റ് എന്താണ്? അത്ലറ്റ് ജമ്പ് ചെയ്യാണ്. ഒരു അത്ലറ്റ് എന്താണ്? ജമ്പ് ചെയ്യാണ്. ഇത് ഗ്രൗണ്ട് 30 ഡിഗ്രി ആംഗിൾ എന്താണ് മേക്ക് ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്യുന്നു. എത്ര? യെസ്, 19.4 മീറ്റർ/സെക്കൻഡിൽ ജമ്പ് ചെയ്തിട്ട് ബാക്കി എന്തേലും ചെയ്യുന്നുണ്ടോ? വേറെ ആരെങ്കിലും തള്ളുന്നുണ്ടോ? ഇല്ല. ബാക്കി ഫുൾ എഫക്റ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗ്രാവിറ്റി മാത്രമാണല്ലേ. അയാളുടെ മേത്തേക്ക് എഫക്റ്റ് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റി മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ പ്രൊജക്റ്റൈൽ മോഷൻ നമുക്ക് പറയാൻ പറ്റും. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ട്രജക്ടറി ഏതായിരുന്നു? യെസ്, പരാബോള. സോ എന്ത് പറയാം? ഷേപ്പ് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ അത്ലറ്റ് ഏതാണ്? പരാബോള. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ എൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് കവേർഡ് ബൈ ദി അത്ലറ്റ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്തായിരുന്നു? യെസ്, നമ്മുടെ എവിടം തൊട്ടാണോ തുടങ്ങിയത് താഴെ വീഴുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? നമ്മൾ എച്ച് പഠിച്ചതാണ്. പറഞ്ഞേ, എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? യെസ്, ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, u² sin 2θ ഡിവൈഡഡ് ബൈ ജി. ഇതല്ലായിരുന്നോ? u² sin 2θ ഡിവൈഡ് ബൈ ജി അല്ലായിരുന്നു ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. യെസ്, നമ്മളിപ്പോൾ ഒരു കല്ല് പ്രൊജക്റ്റ് ചെയ്ത് മുകളിൽ പോയി താഴെ വീഴും അല്ലേ. ആ പ്രൊജക്റ്റ് ചെയ്ത സ്ഥലവും താഴെ വീണ സ്ഥലവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണെന്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. സോ എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. എന്നാലേ ഇത്തരത്തിലുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ u² sin 2θ ബൈ ജി. u² sin 2θ ബൈ ജി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റ്? യെസ്, 2u sin θ ഡിവൈഡഡ് ബൈ ജി അല്ലേ. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റോ?
ഹൈറ്റ് എന്തായിരുന്നു? ഹൈറ്റ് എന്തായിരുന്നു പറഞ്ഞേ? യെസ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലേ? 2g. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ്. ഓക്കെ, പറഞ്ഞ എന്താണ്? ഒബ്റ്റെയിൻ എൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് കവേർഡ് ബൈ ദി അത്ലറ്റ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. തീറ്റ തന്നിട്ടുണ്ട് നമുക്ക്. തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി ആണ്. എന്താണ് സ്പീഡ്, വെലോസിറ്റി എത്രയാണ്? 19.4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നേരെ കൊടുക്കല്ലേ? കൊടുക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 9.4 ഓൾ സ്ക്വയർ സൈൻ 2 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ ജി എത്രയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.4 അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഇൻറ്റു 9.4 ആണോ? 9.8 അല്ലേടാ? 9.8. ഓക്കെ, സെറ്റല്ലേ? എന്താ ചെയ്തത്? ഒന്നുമില്ല, ഞാൻ എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് പുട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. തരാത്തത് ജി മാത്രമാണ്. നമുക്ക് ഓൾറെഡി അറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് യെസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്ന്. സോ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് എന്താണ് ഞാൻ പുട്ട് ചെയ്തു? 9.4 ഓൾ സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 9.8 ആണല്ലോ. ഇത്രയാണ് നമുക്ക് ചോദിച്ച എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ദി ഹൊറിസോണ്ടൽ റേഞ്ച് കവേർഡ് ബൈ ദി ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി റേഞ്ച് കവേർഡ് ബൈ ഹിം ഇൻ ദി എബവ് ജമ്പ്. ഓക്കെ, ഈ ജമ്പിൽ ഫൈൻഡ് ചെയ്യാനാണ്, റേഞ്ച് ഫൈൻഡ് ചെയ്യാണ്. എബവ് ജമ്പിൽ ഉണ്ടായ റേഞ്ച് ഫൈൻഡ് ചെയ്യാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്നുമില്ല, അത് കാൽക്കുലേറ്റ് സോൾവ് ചെയ്താൽ മാത്രം മതി. എച്ച് ഇസ് ഈക്വൽ ടു 9.4 ഓൾ സ്ക്വയർ 9.4 ഓൾ സ്ക്വയർ എത്രയാണ് വരുന്നത്? 88.36 ഇൻറ്റു സൈൻ 2 എന്താണ് 2 ഇൻറ്റു 30 എത്രയാണ്? യെസ് 60 അല്ലേ? സൈൻ 16 ഡിവൈഡ് ബൈ 9.8 എത്രയാണ് സൈൻ 60? സൈൻ 60 അതെന്ന് പറയുന്നത് 88.36 ഇൻറ്റു 0.866 ഡിവൈഡ് ബൈ 9.8 നോക്കൂ. 88.36 ഡിവൈഡ് ബൈ 9.8 എത്രയാണ് വന്നിരിക്കുന്നത്? കിട്ടിയോ നിങ്ങൾക്ക്? യെസ്, ഏകദേശം 7.65 മീറ്റർ കിട്ടും. എത്രയാണ്? 7.65 മീറ്റർ ആയിരിക്കുന്നത് എൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഓക്കെ കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ചോദ്യം എന്തായിരുന്നു? ഒരു അത്ലറ്റ് എന്താണ് ജമ്പ് ചെയ്യാണ്. തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് ജമ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഏത് പാത്താണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നതെന്നാണ്. ഏത് പാത്താണ്? യെസ്, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ആയിരിക്കും എന്തായാലും അദ്ദേഹം ചാടുമ്പോൾ ഉണ്ടാവും അല്ലേ? സോ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത് ഏതാണ്? പരാബോളയാണ്. സോ ഒന്നാമത്തെ ആൻസർ പരാബോള. രണ്ടാമത്തെ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഒരു ഇക്വേഷൻ മേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഈ സിറ്റുവേഷനിലുള്ള നമുക്കറിയാം കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറലി എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിലുള്ള നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുട്ട് ചെയ്തെന്താവും? ഈ കേസിലുള്ള ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയതാണെന്ത്? 9.4 ഓൾ സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ 30 ഡിവൈഡ് ബൈ ജി എന്ന് പറയുമ്പോൾ 9.8. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്ന ആ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനാണ് നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7.6 മീറ്റർ കിട്ടി. 7.6 മീറ്റർ കിട്ടി. സജസ്റ്റ് ആൻ ആംഗിൾ ബൈ വിച്ച് ദി അത്ലറ്റ് ക്യാൻ അറ്റൈൻ ദ മാക്സിമം. പറഞ്ഞേടാ ഏത് ആംഗിൾ ചാടിയാലാണ് അത്ലറ്റിന് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ പറ്റുക? പറയൂ. പറഞ്ഞതാണ്, നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. സോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏത് ആംഗിളിലാണ്? യെസ്, നമ്മൾ പറഞ്ഞതാണ്. എത്രയാണ്? 45 ഡിഗ്രി ആംഗിളിൽ എന്താണ്
ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ പറ്റുക അല്ലേ. 45 ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴാണ് എന്ത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ പറ്റുക, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ എന്താണ് മാക്സിമം ആവും, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാക്സിമൈസ് ആവും. എന്താണ് യെസ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് കുറയും. അപ്പോൾ നമുക്ക് എന്താക്കാൻ കൂടുതൽ ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ പറ്റും. അതാണ് 45 ഡിഗ്രിയിൽ തന്നെ മാക്സിമം കിട്ടുന്നത്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. പുതിയ ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണെന്ത് യൂണിഫോം സർക്കുലാർ മോഷൻ. കേൾക്കാത്തതായിട്ട് ആരുണ്ടാവില്ല, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. ഡെയിലി ലൈഫിൽ എന്താണ് സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്ത് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. എന്തിന് നിങ്ങൾ ജസ്റ്റ് മേലോട്ട് നോക്കിക്കേ, കറങ്ങുന്നില്ലേ ഒരാൾ, ആര്? യെസ്, നമ്മുടെ ഫാന്. എന്താണ് എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലാർ മോഷന്. എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? നമുക്ക് ജസ്റ്റ് പേരും തുടങ്ങാം, പേരിൻ്റെ ഇവിടം തുടങ്ങാം. വാട്ട് ഈസ് മോഷൻ? നമ്മൾ പഠിച്ചതാണ് മോഷൻ എന്താണ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചതാണ്. യെസ്, ടൈമിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മോഷൻ എന്ന് പറയുക അല്ലേ. എന്താണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്, ടൈമിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുന്നു, വസ്തുവിന് പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നു. സർക്കുലാർ, എന്താണ് സർക്കുലാർ? യെസ്, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു അല്ലേ. രണ്ടാമത്താണ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണം, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു അല്ലേ, മൂവിങ് ഇൻ സർക്കുലാർ പാത്ത്. യൂണിഫോം, എന്താണ് യൂണിഫോം? യൂണിഫോം, നോൺ യൂണിഫോം ഒക്കെ നമ്മൾ എന്താണ് പഠിച്ച് സെറ്റാക്കിയ കാര്യങ്ങളാണ്. എന്താണ് യൂണിഫോം? യെസ്, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേടാ, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? യെസ്, ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ മതി. എന്താണ്, ഒരു വസ്തു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഞാൻ എന്താക്കാണ്, ഇതിൽ ഒരു കയർ കെട്ടിയിട്ട് ഞാൻ ഇതിനെ കറക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കില്ലേ. നിങ്ങളൊക്കെ ചെയ്ത എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഇത്, റോപ്പ് ആൻഡ് ഒരു ബോളും റോപ്പും തമ്മിലുള്ളത്. ബോളിൽ റോപ്പ് കെട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താണ് കറക്കുന്ന സമയത്ത് അതെന്താ കറക്റ്റ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പോട്ടെ, അതൊന്നും വേണ്ട, ജസ്റ്റ് മേളോട്ട് നോക്കിയാൽ മതി. ഫാന് എങ്ങനെയാണ്, ഫാനിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതെന്തായിരിക്കും, സർക്കുലാർ പാത്തിലല്ലേ അത് മൂവ് ചെയ്യുന്നത്. യെസ്, ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ എർത്ത് എന്താണ്, സൂര്യൻ എന്താണ് അല്ലേ, സർക്കുലർ മോഷനിലല്ലേ പോകുന്നത്. ഒക്കെ എന്താണ് സർക്കുലാർ, യൂണിഫോം സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ്. എർത്തിൻ്റെ കേസിൽ കറക്റ്റ് യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണ് ഈ സ്ഥലത്തെത്തുന്ന സമയത്ത് സ്പീഡ് കൂടും. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. പക്ഷേ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസായിട്ട് തന്നെയാണ് എന്ത് എർത്തിനെയും കൺസിഡർ ചെയ്യാം. സോ നിങ്ങളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഡൗട്ട് വരുത്തണ്ട. ഫാന് നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഈ ഇതും റോപ്പും ടൈ ഉള്ളത്. എ സ്റ്റോൺ വിച്ച് ഈസ് ടൈഡ് ടു റോപ്പ് ആൻഡ് ഈസ് ബീൻ സ്വങ് ഇൻ എ സർക്കിളിൽ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു യൂണിഫോം സർക്കുലാർ മോഷനാണ്. എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് മനസ്സിലായോ? ഒരു വസ്തു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. എന്താണ്, വെൻ ആൻ ഒബ്ജക്റ്റ് ഫോളോസ് എ സർക്കുലാർ പാത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, important constant speed, the motion of the object is called uniform circular motion. മനസ്സിലായ എക്സാമ്പിൾ ആണ്, എ സ്റ്റോൺ വിച്ച് ഈസ് ടൈ ടു റോപ്പ് ആൻഡ് ഈസ് ബീൻ സ്വങ് ഇൻ എ സർക്കിൾ. നോക്കൂ, ഇത് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു. എന്താണ്, ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ മാറി അടുത്തത് ഇവിടെ ആവുന്നുണ്ട് അല്ലേ. അടുത്തെന്തായിരിക്കും, ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഇതെന്താണ്, സർക്കുലാർ പാത്താണിത് ഫോളോ ചെയ്യുന്നത്. സോ എന്താണ്, ഒരു യൂണിഫോം സർക്കുലാർ മോഷനാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മോഷൻ ഓഫ് എ ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് എന്താണ്, സെക്കൻഡ് ഹാൻഡ് പറയാൻ കാരണം ബാക്കി 3 സൂചികളുണ്ട് അല്ലേ. 3 സൂചികളുണ്ട് ക്ലോക്കിൽ മൊത്തമായിട്ട്. അതിൽ സെക്കൻഡ് ഹാൻഡ് മാത്രം എടുക്കാൻ കാരണം എന്താണ്, യെസ്, അതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഓരോ സെക്കൻഡിലും എന്താണ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് എന്ന് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. നെക്സ്റ്റ്, ദ മോഷൻ ഓഫ് എ പോയിന്റ് ഓൺ എ വീൽ റൊട്ടേറ്റിംഗ് യൂണിഫോംലി റൊട്ടേറ്റ് ചെയ്യുന്ന വീലിൻ്റെ മോഷൻ യൂണിഫോം സർക്കുലാർ മോഷനാണ്. മോഷൻ ഓഫ് ദി എൻഡ് ഓഫ് ദ ലീഫ് ഓഫ് ദ ഫാൻ, ലീഫിൻ്റെ എൻഡ് എന്താണ്, യൂണിഫോം സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ്. ഓക്കെ, നോക്കൂ,
Suppose an object is moving with uniform speed v in a circle of radius r. Since the velocity of an object is changing continuously in direction, the object undergoes acceleration. എന്താണ് പറഞ്ഞത്? ഓക്കെ, നമ്മൾ പറഞ്ഞു യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എന്താണ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വിളിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സ്പീഡ് എന്താണ്? സ്പീഡും വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡിലി സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലും അവിടെ ഡയറക്ഷൻസ് മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഈ ഒരു പോയിന്റ് എടുത്തു ഞാൻ. ഈ പോയിന്റിൽ എൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വെലോസിറ്റിയുടെ? യെസ്, അതിന് ടാൻജൻറ്റ് വരച്ചാൽ മതി അല്ലേ? ആ പോയിന്റിന് ടാൻജൻറ്റ് വരച്ചാൽ എനിക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ഇവിടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ടാൻജൻറ്റ് വരച്ചാൽ എങ്ങോട്ടായിരിക്കും? ജസ്റ്റ് ഇങ്ങോട്ടായിരിക്കും. ഇവിടെയുള്ള വരച്ചാൽ ഇങ്ങോട്ടായിരിക്കും. അതായത് ഓരോ പോയിന്റ് എടുക്കുന്ന സമയത്തും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡയറക്ഷൻസ് മാറിയ വെലോസിറ്റി ചേഞ്ച് ആയില്ലേ? സോ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് അല്ല നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാം? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താണ്? ഡയറക്ഷൻസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാം? യെസ്, പോയിന്റിന് എന്താണ്? ടാൻജൻറ്റ് വരച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ്? അങ്ങനെ അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്താണ്? ഇവിടെ യൂണിഫോം അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന് വെച്ചാലും ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. പക്ഷേ ഇവിടെ എന്താണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല. കാരണം എന്താണ്? ഇവിടെ കണ്ടിന്യൂസ്ലി എന്താണ്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഡയറക്ഷൻ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്? ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കുക? യെസ്, ഒരു പോയിന്റിന് നേരെ ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഇവിടെ വെലോസിറ്റി ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഈ കാര്യങ്ങളാണ് എന്ത്? ഈ കുറിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവാത്ത ഒരു കാര്യമില്ലല്ലോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ബോഡി കോൺസ്റ്റൻറ്റ് സ്പീഡിലും സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഫാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. കോൺസ്റ്റൻറ്റ് സ്പീഡിലാണെന്ന് വെച്ചിട്ട് അതെന്താണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. കാരണം എന്താണ്? യെസ്, അത് എന്താണ്? ഡയറക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ പോയിന്റ് എടുത്ത് അതിന് നമ്മൾ ടാൻജൻറ്റ് വരച്ച് നോക്കിയാലും നമുക്ക് ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള പെർട്ടിക്കുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. മനസ്സിലായി? മാഗ്നിറ്റ്യൂഡ് പക്ഷേങ്കിൽ സെയിം ആയിരിക്കും. സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും വെലോസിറ്റിക്കും. പക്ഷേങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. സോ അവിടെ ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ ആക്സിലറേറ്റഡ് മോഷനാണ്. സത്യത്തിൽ പറഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? യെസ്, നമ്മുടെ സ്പീഡ് മാത്രമേ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കൊണ്ട് തന്നെ ആക്സിലറേഷനും ഉണ്ട് അവിടെ. ആക്സിലറേറ്റഡ് മോഷനാണെന്ത്? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ത്? ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്, നമുക്കറിയാം ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ത്? അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എൻ്റെ ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? നോക്കിയേ, ഒരു ഉറുമ്പ്. ഓക്കെ, ഒരു ഉറുമ്പാണ്. ഈ ഉറുമ്പ് എന്താണ്? സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്ത് എന്താണ്? എ എന്ന പോയിന്റിലെത്തി. ഓക്കെ, ഈ എ എന്ന പോയിന്റ് തൊട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ഉറുമ്പ് എന്താണ്? എ എന്ന പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് എവിടെ എത്തി? ബി എന്ന പോയിന്റിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഒറിജിനുമായിട്ട് ഈ രണ്ട് പോയിൻറ്റ്സും എന്താണ്? ഒരു ആംഗിൾ മേക്ക് ചെയ്യല്ലോ. ആംഗിൾ മേക്ക് ചെയ്യില്ലേ? ആ ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. എന്താണ്?
എന്താണ് യെസ് നമ്മൾ 2 പോയിന്റ്സ് ഉണ്ട്. ആ 2 പോയിന്റ്സും ഒറിജിനും സർക്കിളിൻ്റെ ഒറിജിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈം. ടൈമിനനുസരിച്ച് എന്താണ് ഒറിജിനുമായിട്ട് ഉണ്ടാക്കുന്ന റേഡിയസ് വെക്ടർ. ഓക്കെ, റേഡിയസ് വെക്ടർ ഒറിജിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത് എൻ്റെ തീറ്റ, അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എസ് ഐ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. ഓക്കെ, റേഡിയൻ ആണ് എസ് ഐ യൂണിറ്റ്. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, നോ ഡയമെൻഷൻ ആണ് ഇതിന്. ഓക്കെ, നോ ഡയമെൻഷൻ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു θ2 മൈനസ് θ1. എന്തുകൊണ്ടാണ് θ2 മൈനസ് θ1 വന്നത്? യെസ്, ഇവിടെ ഈ ടോട്ടലായിട്ട് എന്താണ് θ2 ആണ് അല്ലേ? ടോട്ടലായിട്ട് θ2 ആണ്. ഈ ഒരു ട്രയാങ്കിൾ എത്രയാണ്? θ1 ആണ്. θ1 ആണ്. ഇത് θ1. സോ θ2 മൈനസ് θ1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ്റെ ഡെൽറ്റ തീറ്റ കിട്ടും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഒന്നുമില്ല, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ 2 റേഡിയസ് വെക്ടർ അതിൻ്റെ ആ സർക്കുലർ പാത്തിൻ്റെ ഒറിജിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്ടർ. ഓക്കെ, ഇൻ എ ഗിവൻ ഇൻ്റർവൽ ഓഫ് ടൈം. എന്താണ്? റേഡിയൻ ആണെന്ത് എസ് ഐ യൂണിറ്റും. ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു θ2 മൈനസ് θ1, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അതന്നെ. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചാൽ റൊട്ടേഷണൽ മോഷനുള്ള അല്ലെങ്കിൽ സർക്കുലാർ പാത്തിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്ന് വിളിക്കുകയാണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ തീറ്റ എന്ന് വിളിക്കുകയാണ്. ഈ എക്സും തീറ്റയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. എങ്ങനെയാണ് നോക്കിയേ, എൻ്റെ ഒരു ഉറുമ്പ് എ ടു ബി വരെ പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ എയിലെയും ബിയിലെയും റേഡിയസ് വെക്ടറും എൻ്റെ ഒറിജിൻ ഓയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത് ഡെൽറ്റ തീറ്റ. ഇതാണെന്ത് എൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ എൻ്റെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതെന്താണ്? സോറി, ഇതല്ല ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡി എസിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഇഷ്ടമുള്ള വിളിക്കാം. ജസ്റ്റ് എക്സാം പേപ്പറിൽ നിങ്ങൾ ഏത് നൊട്ടേഷനാണോ എടുക്കുന്നത് അതിന് ജസ്റ്റ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഡെൽറ്റ എസ്, ഞാൻ ഡെൽറ്റ എസ് മാറ്റി എക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, എക്സ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ത് ആംഗിൾ എന്ന് പറയുന്നത്, കളർ മാറ്റാം അല്ലേ, കൺഫ്യൂഷൻ ആവണ്ട. ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്ന് പഠിച്ചിട്ടുണ്ടോടാ നിങ്ങൾ? ഉണ്ടോ? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് ആംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ടോ? യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മൾ കണ്ടതാണ്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ഒക്കെ. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്താണെടാ? ഡെൽറ്റ തീറ്റ അല്ലേ. ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ഏതാണ്? യെസ്, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ആർക്ക്. ഓക്കെ, അതായത് ഇവിടെ ഏതാണത്? എക്സ് അല്ലേ. എക്സ് ഡിവൈഡ് ബൈ റേഡിയസ് എന്നാണ് ആർ. അതായത് ഡെൽറ്റ തീറ്റ ഞാൻ തീറ്റ എന്ന് എടുക്കുകയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. സോ ഈ ആർ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഈ ആറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആർ ആക്കി എടുക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. റേഡിയസ് ആണ്, എല്ലാ സ്ഥലത്തും ഒരേ ആർ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഇപ്പം സ്മോൾ ആർ എടുത്ത് ഇവിടെ പോയിട്ട് ക്യാപിറ്റൽ ആർ കൊണ്ട് എഴുതരുത്, അങ്ങനെ പറ്റില്ല. ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർ എടുക്കാം, പക്ഷേങ്കിൽ ആ കൺസിസ്റ്റൻസി നിലനിർത്തണം എന്ന് മാത്രം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഇതാണെന്ത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്താണ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ഡബ്ല്യു അല്ലേ, ഒമേഗ എന്നാണ് വായിക്കുക. ഒമേഗ. ഓക്കെ, ഡബ്ല്യു എന്ന് വായിക്കരുത് ആരും, ഒമേഗ. ഓക്കെ, ഒമേഗ.
ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചില്ലേ? നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? യെസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. യെസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയിരിക്കും. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്, ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അല്ലെ ടി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലായിരുന്നു എന്ത്? ലീനിയർ വെലോസിറ്റി വി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ SI യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഫോർമുല T⁻⁻1 ആണ്. എന്താണ് T⁻⁻1 വന്നത്? എന്താണ്? യെസ്, നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോ ഡയമെൻഷനാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിന് നോ ഡയമെൻഷനാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒമേഗ, ഡയമെൻഷൻ ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ഡയമെൻഷനില്ല, ആകെ ടിയുടെ ഡയമെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, 1/Tയുടെ ഡയമെൻഷൻ. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടിയിലെ. സോ ഈ ടീനെ ഞാൻ മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? T⁻⁻1. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഡയമെൻഷൻ T⁻⁻1 വന്നതെന്ന്? കൺഫ്യൂഷൻ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലീനിയറിലെ ഡയമെൻഷൻ LT⁻⁻1 ആയിരുന്നു. പക്ഷേ അപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, എന്താണ് അവിടെ LT⁻⁻1 ആണല്ലോ, ഇവിടേക്ക് വരുമ്പോൾ എന്താണ് T⁻⁻1 ആയി മാറിയത്? ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എന്താണ്? ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ 1/T ആയിരിക്കും വരിക. സോ ടി മേളിലോട്ട് പോകുമ്പോൾ T⁻⁻1 വരും. ഓക്കെ, എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണെന്ത്? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഡെൽറ്റ തീറ്റ ബൈ ടൈം. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി വിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിന്. ഓക്കെ, നോക്കിക്കേ, നേരത്തെ വരച്ച അതേ ചിത്രം ഞാനൊന്ന് വരയ്ക്കുകയാണ്. എൻ്റെ രണ്ട് ഒബ്ജക്റ്റ് എ ബി പോയിൻറ്റ്സ്, ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന റേഡിയസ് വെക്റ്റർ വരയ്ക്കുന്നു. റേഡിയസ് ആണിത് ആർ. എന്താണ് ഉണ്ടാക്കും? അവിടെ എന്തുണ്ടാവും? യെസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഉണ്ടാവില്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഉണ്ടാവും. നോക്കിക്കേ, നമുക്കറിയാം എന്ത്? ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ് നമ്മൾ പറഞ്ഞു. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഡെൽറ്റ തീറ്റ എന്തായിരുന്നു? ആംഗിൾ ആണല്ലേ? ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറയുമ്പം ആർക്ക് ബൈ റേഡിയസ് അല്ലേ? ആംഗിള്. ഇവിടുത്തെ ആർക്കൊന്ന് പറഞ്ഞേ, ഇതല്ലേ ആർക്ക്? നോക്കൂ, ഈ കാര്യമല്ലേ ആർക്ക്? ഇതല്ലേ ആർക്ക്? ദാറ്റ് ഈസ് എ ബി ബൈ റേഡിയസ് എന്നാണ് ക്യാപിറ്റൽ ആർ. ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ സ്മോൾ എടുത്തോണ്ട് നിങ്ങൾക്കും ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ക്യാപിറ്റൽ ആർ എടുത്തത്. ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്ത്? ഈ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ ആർ. ഞാൻ നേരെ കൊണ്ടുപോയിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? എൻ്റെ ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇല്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു എ ബി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടത്തില്ലേ? എ ബി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ടി. നിങ്ങൾ പറഞ്ഞേ എൻ്റെ ടൈം എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 സംതിങ് ആണെന്ന് വിചാരിച്ചോ. വളരെ കുറവാണ് എൻ്റെ ടൈം. നിങ്ങൾ പറയൂ, ഒരു ഡെൽറ്റ ടി ടൈം കൊണ്ടാണ് എൻ്റെ എ ടു ബി വരെ എൻ്റെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വളരെ കുഞ്ഞ് ടൈമാണെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ മൂവ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഇതിന് ആകെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഇത് മൂവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഇത് മൂവ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയേ, ഇത് നിങ്ങൾക്കൊരു ആർക്ക് പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇത് കാണുന്നത്? അല്ല, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നമുക്കിതിന് എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ എക്സ്, ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. ഡെൽറ്റ എക്സ് എന്താണ്? ഡെൽറ്റ ടി വളരെ ചെറുതാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതായത് വളരെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണെന്ന് ഞാൻ എന്താണ് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എൻ്റെ ആർക്ക് എന്ന് പറയുന്നത് ഒരു ലെങ്ത്തിന് സമമായിരിക്കും. ഓക്കെ, ഒരു ലെങ്ത്ത് പോലെ ഉണ്ടാവും. ലെങ്ത്ത് പോലെ ഉണ്ടാവും. അതിന് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു.
ഓക്കെ, അതിനെ എന്താക്കി ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. ടൈം കുറയുന്ന സമയത്ത് ഇത്രയും കവർ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. സോ കുഞ്ഞ് പാത്തായിരിക്കും അത് കവർ ചെയ്തിട്ടുണ്ടാവും. അതൊരു ലെങ്ത്ത്, ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാകുന്ന സമയം നിങ്ങൾ പറഞ്ഞ എ ബിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എക്സ് എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു ഈ എ ബിക്ക് പകരം ഞാൻ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതുന്നു. എൻ്റെ എ ബി എന്താവും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. ഡെൽറ്റ ടി എന്താണ് 0ക്ക് അടുക്കുന്ന സമയത്ത് എൻ്റെ എ ബി എന്താവും? ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. നോക്കിയേ ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. പറഞ്ഞേ, ഹിയർസ് നമ്മുടെ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ആർ. ഇനി റേഡിയസ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. എങ്ങനെയാണോ നമ്മൾ കണ്ടെത്തിയത്? നോക്കിയേ, നമ്മൾ ആദ്യം പിക്ചർ വരച്ചു. എ ടു ബി വരെയാണ് അതിൻ്റെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിൻ്റെ റേഡിയസ് വെക്ടർ എന്താണ്? ഒറിജിനായിട്ട് രണ്ട് റേഡിയസ് വെക്ടർ വരച്ചു ഒറിജിനിലേക്ക്. സോ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. എന്താണ്? എനിക്കറിയാം എൻ്റെ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ തീറ്റ ഒരു ആംഗിൾ അല്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്ന്. ദാറ്റ് ഈസ് ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ആർ. അത് എഴുതി. എ ബി ഡിവൈഡ് ബൈ ആർ എഴുതി. ഞാൻ എന്താക്കുകയാണ്? നേരെ കൊണ്ടുപോയിട്ട് ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ അതിൻ്റെ ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇല്ലേ? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു എ ബി ബൈ ആർ ഡെൽറ്റ ടി എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താക്കുകയാണ്? കുഞ്ഞ് ടൈം ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ടൈമിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാകുന്ന സമയത്ത് ഇത്രയും മൂവ് ചെയ്യുക അതിന് യാതൊരു തരത്തിലുള്ള ടൈമും ഉണ്ടാവില്ല. ഇത്രയും പോർഷൻ മൂവ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ടൈം ഉണ്ടാവില്ല. സോ വളരെ വളരെ കുഞ്ഞ് പോർഷൻ ആയിരിക്കും അത് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലെങ്ത് സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ ആയിരിക്കും. അത് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താക്കാം? ആ എ ബിയുടെ പകരം എന്ത് എഴുതാം? യെസ്, ഡെൽറ്റ എക്സ് എന്ന് എനിക്ക് എഴുതാം. സോ എനിക്ക് എന്ത് കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആർ ഡെൽറ്റ ടി എന്ന് എനിക്ക് കിട്ടി. സോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എനിക്ക് എന്തറിയാം? വെലോസിറ്റി ആണല്ലേ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. ഈ ആറിന് ഞാൻ എന്താക്കുകയാണ്? ഒമേഗയുടെ അടുത്തേക്ക് എടുക്കുകയാണ്. സോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടിയതായിട്ട് ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അതേപോലെ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കേസിലും കിട്ടിയത്. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു യെസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കണം, നിങ്ങൾ ആലോചിച്ച് വെക്കണം. പ്രോബ്ലംസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നോക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സർക്കുലാർ മോഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? റേഡിയസ് ഉണ്ട്. യെസ്, ഈ റേഡിയസിൽ ഒരു പോയിൻറ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു യെസ്, ഇതിന് ടാൻജൻഷ്യൽ വരച്ചാൽ മതിയല്ലേ? ടാൻജൻറ്റ് വരച്ചാൽ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് തന്നെ വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടാൻജൻറ്റ് വരച്ചാൽ കിട്ടുമോ? നമുക്ക് കിട്ടുമോ? ഇല്ല. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും എൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മുടെ റോപ്പിൻ്റെ കേസിലേക്ക് പോവാം. ഈ റോപ്പ് നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. നിങ്ങൾ റോപ്പ് നോക്കിയേ. ഇതിൽ നോക്കി നിങ്ങൾ പറഞ്ഞേ എൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞേ. യെസ്, ഇതാണെന്ത്? എൻ്റെ സെൻറ്ററിൽ എൻ്റെ കൈയാണെന്ത്? എൻ്റെ അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ കറക്കുന്ന സമയത്ത് എൻ്റെ കൈയാണ് അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കൈയാണ് സെൻറ്റർ. ഇവിടെ എന്താണ്? യെസ്, നൂലല്ലേ ഉള്ളത്? നൂലിലുണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ടെൻഷൻ അല്ലേ? ടെൻഷൻ അല്ലേ? ടെൻഷനാണ്. സോ ടെൻഷൻ എങ്ങോട്ടാണുള്ളത്? യെസ്, സെൻറ്ററിലേക്കാണുള്ളത് അല്ലേ? ടെൻഷൻ എങ്ങോട്ടാണ്? സെൻറ്ററിലേക്കാണുള്ളത്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്?
യെസ്, സർക്കുലാർ മോഷൻ്റെ ഉള്ളിലേക്ക് സെൻറ്ററിലേക്കാണ് എന്ത് ടുവേർഡ്സ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സെൻറ്ററിലേക്ക്, ടുവേർഡ്സ് ദി സെൻറ്ററിലേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേടാ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പറഞ്ഞ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? യെസ്, നമുക്കറിയാം ഫോഴ്സും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലേക്കാണ്, നമുക്കറിയില്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും എടാ? ടുവേർഡ്സ് ദി സെൻറ്റർ തന്നെ ആയിരിക്കില്ലേ? ടുവേർഡ്സ് ദി സെൻറ്റർ ടുവേർഡ്സ് ദി സെൻറ്ററിലേക്ക് തന്നെ ആയിരിക്കും എന്ത് എൻ്റെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? എനിക്കറിയാം, ഞാൻ എന്താണ് റോപ്പ് കറക്കുകയാണെങ്കിൽ റോപ്പിലുണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? ടെൻഷനാണ്. ടെൻഷൻ എൻ്റെ സെൻറ്ററിലെ ഫിംഗറിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ എന്താണ്? ഫോഴ്സ് ടുവേർഡ്സ് ദി സെൻറ്ററിലേക്കാണ്. ഫോഴ്സും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്താണ്? സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ് ആയിട്ട് എൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. എങ്ങനെ? ത്രൂ ഔട്ട് ദി റേഡിയസിലൂടെ. ഓക്കെ, റേഡിയസിലൂടെ. ഓക്കെ, വെൻ എ ബോഡി മൂവ് എലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കുലർ പാത്ത്, അതായത് ഒരു ബോഡി എന്താണ്? ഒരു സർക്കിളിലൂടെ മൂവ് ചെയ്യാണ്, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ് വിത്ത് യൂണിഫോം സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യാണ്. ഇറ്റ് എക്സ്പീരിയൻസ് ആൻ ആക്സിലറേഷൻ. നമുക്കറിയാം എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ് ആയിട്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ഡയറക്റ്റ് ടുവേർഡ്സ് ദി സെൻറ്റർ, അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. എവിടേക്കാണ്? ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, സർക്കിൾ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും എന്തിൻ്റെ ആക്സിലറേഷൻ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ എലോങ് ദി റേഡിയസ്. എങ്ങനെയാണ്? റേഡിയസിലൂടെ എൻ്റെ സെൻറ്ററിലേക്കായിരിക്കും എൻ്റെ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റഡ് ആക്സിലറേഷൻ. ഇത്തരത്തിലുള്ള ആക്സിലറേഷനാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബോഡി എന്താണ്? സർക്കുലാർ പാത്തിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യാണ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലാത്തത് കൊണ്ട് അവിടെ എന്താണ്? ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. എന്താണ് എൻ്റെ മോഷൻ? എന്താണ്? ആക്സിലറേഷൻ എങ്ങോട്ടേക്ക്? റേഡിയസിലൂടെ സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യാം. അത്തരത്തിലുള്ള യൂണിഫോം സർക്കുലാർ മോഷനാണ് എനിക്ക് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സെൻറ്ററിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സെൻട്രിപെറ്റഡ് ആക്സിലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, 2-3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മുടെ പിക്ചർ നല്ലപോലെ അനലൈസ് ചെയ്യാം. നോക്കൂ, എന്താണ്? എൻ്റെ സർക്കുലാർ മോഷനാണിത്. ഒരു ബോഡി എ ബി 2 പൊസിഷൻ ഉണ്ട്. ഈ ബി എ എന്ന് പറയുന്നുള്ള എന്താണ്? പോയിൻറ്റുമായിട്ട് ഒറിജിനിൽ നിന്ന് ഉണ്ടാക്കുന്ന പൊസിഷൻ വെക്ടറാണ് R1 എന്ന് പറയുന്നത്. ബി യു ആയിട്ട് ഉണ്ടാക്കുന്നതാണെന്ത്? R2 എന്ന് പറയുന്നത്. എന്താണ്? അവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണെന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ഇനി എന്താണ്? ഈ എ എന്ന പോയിന്റിലുള്ള വെലോസിറ്റി എന്തായിരിക്കും? ടാൻജൻറ്റ് വരയ്ക്കും അല്ലേ? V1 കിട്ടി. ബി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി എന്തായിരിക്കും? ടാൻജൻറ്റ് വരച്ചപ്പോൾ V2 കിട്ടി. ഈ ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇത് ഓക്കെ, നമുക്ക് സർക്കുലർ പാത്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടിയത് നോക്കിക്കേ. ഞാൻ എന്താക്കണം? എൻ്റെ V1 കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ V1 എടുത്തിട്ട് ഇതേപോലെ ഡയറക്ഷൻ ഒന്നും മാറാതെ എന്താണ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് ഞാൻ നോക്കൂ. ഡയറക്ഷൻ എന്താണ്? സെയിം അല്ലേ? ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഉള്ളത്. സോ എൻ്റെ V1 എടുത്ത് എന്താണ് ഈ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തു. എൻ്റെ V2 നോക്കിയാൽ നിങ്ങൾ, എൻ്റെ V2 എടുത്തു. ഡയറക്ഷൻ മാറാതെ എന്താണ് ഇവിടെ കൊണ്ടുവച്ചു. ഡയറക്ഷൻ മാറുന്നുണ്ടോ? സെയിം ഡയറക്ഷനിലല്ലേ ഉള്ളത്. ഓക്കെ, ഡയറക്ഷൻ മാറാതെ എന്താണ് കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവ തമ്മിൽ എനിക്ക് യോജിപ്പിച്ച് വരച്ചു. എന്ത് കിട്ടി? യെസ്, എൻ്റെ വെലോസിറ്റി ഇല്ലേ? ഇതെന്താണ്? V1, ഇത് V2. സോ V1 മൈനസ് V2 മൈനസ് V1 എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. എൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. നിങ്ങൾ നോക്കിക്കേ, ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ടുവേർഡ്സ് ദി സെൻറ്റർ അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ആക്സിലറേഷൻ ടുവേർഡ്സ് ദി സെൻറ്റർ ആണെന്ത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടി.
ഓക്കെ, മനസ്സിലായല്ലോ? കാര്യങ്ങളൊക്കെ ഞാൻ മായ്ക്കുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? പൊസിഷൻ വെക്ടർ R1 R2 പൊസിഷൻ വെക്ടേഴ്സ് ആണ്. തീറ്റ ആംഗിൾ ആണ്. ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. A to B വരെയുള്ള ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആകുമ്പോൾ ഡെൽറ്റ ആർ കിട്ടി. ഇവിടെ അതേപോലെ തന്നെ V1 വെലോസിറ്റി, V2 വെലോസിറ്റി, ഡെൽറ്റ ബി എന്നാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, നിങ്ങൾ പറഞ്ഞേടാ എൻ്റെ V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ലേ. കാരണം എന്താണ്? ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് എൻ്റെ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? സ്പീഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ എന്തായിരിക്കും? V1 V2 V ഈക്വൽ ടു V എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ലേ? V1 ഉം V2 ഉം ഈക്വൽ ആയിരിക്കില്ലേ? കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് V1 ഉം V2 ഉം ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ടാണെന്ത് V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V എന്ന് എഴുതിയത്. അതേപോലെ തന്നെ റേഡിയസ് R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് എഴുതാൻ പറ്റില്ലേ എനിക്ക്? R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് എഴുതാൻ പറ്റില്ലേ? കാരണം എന്താണ്? റേഡിയസ് ആണ്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കില്ലേ? സോ R1 ഉം R2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് ഞാൻ കോമൺ ആയിട്ട് R എന്ന് വിളിച്ചു. അത്രയേ ഉള്ളൂ. ഇതുവരെ മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ല. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്? V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് V എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ തന്നെ റേഡിയസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് എനിക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കിക്കേ, ഈ റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ടാൻജൻ്റ് അല്ലേ ഇത്? അതേപോലെ തന്നെ ഈ റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ടാൻജൻ്റ് ആണെന്ത്? ഇത്. നമ്മൾ 10ാം ക്ലാസ്സിൽ ടാൻജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അതിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? 2 റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ടാൻജൻറ്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും അവിടെ റേഡിയസ് വെക്ടേഴ്സും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത്? രണ്ടും ഈക്വൽ ആയിട്ട് തീറ്റ വന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ട് തീറ്റ വന്നത് ഉണ്ടോ? ഇവിടെയും തീറ്റയാണ്, ഇവിടെയും തീറ്റയാണ്. മനസ്സിലായോ? തീറ്റയാണിത്, 0 എന്ന് വിചാരിക്കരുതേ. തീറ്റ എന്തുകൊണ്ടാണ് തീറ്റ വന്നത് മനസ്സിലായല്ലോ? എന്താണ്? യെസ്, 2 ടാൻജൻറ്റുകളും അവയുടെ പൊസിഷൻ വെക്ടേഴ്സും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന എന്ത് ആംഗിൾ സെയിം ആയിരിക്കും. തീറ്റ. നിങ്ങൾ പറഞ്ഞേ ഇതെന്താണ്? 2 സൈഡും ഈക്വൽ ആണല്ലേ? ഈ R1 ഉം R2 ഉം ഈക്വൽ സൈഡ്സ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ്റെ ഈ ആംഗിളും ഏത് ആംഗിള്? ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇതിനെ ഞാൻ എക്സ് വിളിക്കുകയാണ്. കാണുന്നില്ല അല്ലേ? എക്സ് എന്ന് വിളിക്കുകയാണ്. എന്ത് വിളിക്കുകയാണ് ഞാൻ? എക്സ് എന്ന് വിളിക്കുകയാണ്. എക്സ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നോക്കിയേ, ഈ വെലോസിറ്റിയും ഈക്വൽ അല്ലേ? സോ ഈ 2 ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇതിപ്പോൾ എന്തായി? സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് മാറിയില്ലേടാ? സിമിലർ ട്രയാങ്കിൾസ് ആയിക്കില്ലേ? അതായത് എല്ലാ ആംഗിൾസും കോമൺ ആണല്ലേ? സെയിം ആംഗിൾസ് ആണ് രണ്ടിലുള്ള തീറ്റ എക്സ് എക്സ്. സോ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സെയിം ആംഗിൾസ് ആണുള്ളത്. സോ അവ എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ MPN ആർ സിമിലർ. അതുകൊണ്ട് തന്നെ സിമിലർ ആംഗിൾസുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. എൻ്റെ ഈ തീറ്റ ആംഗിളിലുള്ള ഓപ്പോസിറ്റുള്ള ആംഗിൾസ് സൈഡ് ആരൊക്കെയാണ്? യെസ്, MN ഉം ഇതിൽ AB യും. സോ എനിക്ക് എങ്ങനെ എഴുതാം? MN ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു ഈ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞ ആരാണ്? MP ഡിവൈഡഡ് ബൈ ഇവിടെ ഇതിന് ഉള്ള ആരായിരിക്കും? യെസ്, OAയും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ എനിക്ക് ആവശ്യമുള്ള സൈഡ്സ് മാത്രമേ എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, MN എന്താണ്? MN നോക്കിയാൽ MN എന്താണ്? യെസ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. അതേപോലെ തന്നെ AB എന്താണ്? കാണുന്നില്ല അല്ലേ? AB എന്താണ്?
യെസ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡെൽറ്റ ആർ ആണ്. ദാറ്റ് ഈസ് എനിക്ക് എന്ത് എഴുതാം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ. ഓക്കെ, എന്ത് എഴുതാം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എം പി എന്താണ്, V1 എയോ R1. V1 എന്താണ്, എന്തിന് ഈക്വൽ ആണ് V1, വിക്ക് ഈക്വൽ അല്ലേ. അതേപോലെ തന്നെ R1 എന്തിന് ഈക്വൽ ആണ്, ആറിന് ഈക്വൽ ആണ്. സോ V ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും എനിക്ക്. ഈ ഡെൽറ്റ ആർ ഞാൻ എന്താക്കുകയാണ്, ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. സോ എനിക്ക് എന്ത് എഴുതാം, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഡെൽറ്റ ആർ. എന്താക്കുകയാണ്, ത്രൂ ഔട്ടായിട്ട് ഞാൻ ഡെൽറ്റ ടി വെച്ചതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു വി ബൈ ആർ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് എനിക്ക് കിട്ടത്തില്ലേ. പറഞ്ഞേ നിങ്ങൾ, എൻ്റെ ഡെൽറ്റ ടി എന്താണ്, ടെൻസ് ടു 0 ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മോൾ ടൈം ഇൻ്റർവലാണ്. ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? സോ എനിക്ക് എന്ത് കിട്ടും, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു വി ബൈ ആർ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. നിങ്ങൾ പറഞ്ഞേ, ഈ നമ്മൾ കണ്ട സാധനമാണല്ലേ. ഇങ്ങനൊരു സാധനങ്ങൾ നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ട്, മോഷനെ പ്ലെയിനിൽ കണ്ടിട്ടുണ്ട്. എന്താണ്, വേഗം പറഞ്ഞേ, എന്താണ്? യെസ്, ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? യെസ്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. എന്താണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്, വെലോസിറ്റി. വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി, വെലോസിറ്റി സ്ക്വയർ എന്ന് എഴുതാലോ. സോ വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. എനിക്ക് എന്ത് കിട്ടി, എന്ത് കിട്ടി? യെസ്, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. ഓക്കെ, വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ബൈ ആർ കാണുന്നില്ല അല്ലേ, താഴെഴുതാം. വി സ്ക്വയർ ബൈ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. സോറി, ഈ മിസ്റ്റേക്കാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും നേരം എന്തായിരുന്നു, സ്മോൾ ആറാണ് എടുത്തത്. സോ സ്മോൾ ആർ തന്നെ എടുക്കണം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഒരു ഇക്വേഷനും കൂടി കാണിച്ചു തരാം. നമുക്കറിയാം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടെടുത്തിരുന്നു അല്ലേ. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്തായിരുന്നു, ലീനിയർ വെലോസിറ്റിയും ആങ്കുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. എൻ്റെ വിയുടെ സ്ഥാനത്ത് ഞാൻ എന്താക്കണം, ഈ ഇക്വേഷൻ നേരെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. രണ്ടും എന്താണ്, റേഡിയസ് അല്ലേ, രണ്ടും റേഡിയസ് ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. സോ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ, ആർ ഒമേഗ സ്ക്വയർ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. അതാണെന്ത് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ആർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒന്നും കൂടി നോക്കാം. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? ഒന്നുമില്ല, സർക്കുലാർ മോഷനിലുള്ള ആക്സിലറേഷൻ ഉണ്ടല്ലോ, അത് റേഡിയസിലൂടെ ടുവേർഡ്സ് ദി സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അത്തരത്തിലുള്ള ആക്സിലറേഷനാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ ആർ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണ് കണ്ടെത്തിയത്? യെസ്, എന്താണ്, ഒരു വസ്തു എന്താണ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. എ ബി എന്ന് പറയുന്നത് ആ പോയിന്റ് ആണ്, ആ ഒബ്ജക്റ്റിൻ്റെ രണ്ട് പോയിന്റ്സ് ആണ്. അതിൽ ഞാൻ സെൻറ്ററിലേക്ക് എന്താണ് റേഡിയസ് വെക്ടർ വരച്ചപ്പോൾ എനിക്ക് എന്താണ് ആംഗിൾ കിട്ടി, തീറ്റ ആംഗിൾ മേക്ക് ചെയ്തു. എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ R1ഉം ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ R2 ആണ്. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എൻ്റെ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ ടാൻജൻറ്റ് വരയ്ക്കുന്ന സമയത്ത് എൻ്റെ V1 കിട്ടും, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കുന്ന സമയത്ത് V2 കിട്ടും. ഈ V1ൻ്റെയും V2ൻ്റെയും ഡയറക്ഷൻ മാറ്റാണ്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി വരച്ചു. അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് എന്താണ്, അവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. V1 V2 അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് ഡെൽറ്റ വി. ഓക്കെ, ഡെൽറ്റ വി കിട്ടി. പോയി അവിടെ ഉണ്ടായ ചേഞ്ച് എന്ത് കിട്ടി, എനിക്ക് ഡെൽറ്റ വി കിട്ടി. ഓക്കെ, ഡെൽറ്റ വി കിട്ടി. എന്താണ്, എനിക്കറിയാം എന്ത്,
V1 ഇസ് ഈക്വൾ ടു V2 കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് തന്നെ V1 ഇസ് ഈക്വൾ ടു V2 ഇസ് ഈക്വൾ ടു V എന്ന് എനിക്ക് എഴുതാൻ പറ്റും. റേഡിയസും എന്താണ് സെയിം ആണ് അല്ലേ, റേഡിയസും സെയിം ആണ്. അതുകൊണ്ട് തന്നെ R1 ഇസ് ഈക്വൾ ടു R2 ഇസ് ഈക്വൾ ടു R എന്ന് എഴുതാൻ പറ്റും. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത്, റേഡിയസ് വെക്ടറും അവയുടെ ടാൻജൻസും ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കുന്നു. സോ ടാൻജൻറ്റുകൾ തമ്മിൽ ഉണ്ടാക്കിയ ആംഗിളും റേഡിയസുകൾ തമ്മിൽ ഉണ്ടാക്കിയ ആംഗിളും എന്താണ്, തീറ്റ തീറ്റ സെയിം ആണ്. സോ എനിക്ക് എന്തായിരിക്കും, അവയുടെ എന്താണ് രണ്ട് സൈഡ്സ്, ഈ ട്രയാങ്കിൾ AOB നോക്കുകയാണെങ്കിൽ R1ഉം R2ഉം ഈക്വലാണ്, രണ്ട് സൈഡ്സും ഈക്വലാണ്. സോ എന്താണ്, അവയുടെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, എക്സും എക്സും ആയിരിക്കും ഉണ്ടായിരിക്കുക, സമപാർശ്വ ത്രികോണമായിട്ട് മാറിയത്. അതേപോലെ തന്നെ ഇവിടെ എന്തായിട്ട് ഐസോസിലേറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറി, ഇവിടെ എക്സ് എക്സ് തന്നെ വരും. ആംഗിൾ PNMഉം NMPയും എന്തായിട്ട് എക്സ് എക്സ് ആയിട്ട് മാറി. സോ എനിക്ക് എന്ത് കിട്ടും, അവയുടെ റേഷ്യോസ്, ആ സൈഡ്സിൻ്റെ റേഷ്യോസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ MPN എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് സമയത്ത് MN/AB ഇസ് ഈക്വൾ ടു MP/OB ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. MN എന്താണെന്ന് നോക്കിയേ, ഡെൽറ്റ വി, ABയോ ഡെൽറ്റ ആർ. സോ എനിക്ക് എന്ത് എഴുതാം, ഡെൽറ്റ V/ഡെൽറ്റ ആർ എന്ന് എഴുതാം. MP എന്താണ്, V1 ആണ്, AOB എന്താണ്, R1 ആണ്. സോ V1 എന്ന് വെച്ചാൽ V ആണ്, R1 എന്ന് വെച്ചാൽ R ആണ്. സോ എന്താണ്, എനിക്ക് V/R എന്ന് എഴുതി. എൻ്റെ ഡെൽറ്റ ആറിനെ V/Rൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ എന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, യെസ്, ഡെൽറ്റ V ഇസ് ഈക്വൾ ടു V/R ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് എനിക്ക് കിട്ടി. ഇനി എന്താക്കണം, ഡെൽറ്റ ടി വെച്ച് ത്രൂ ഔട്ട് ഞാൻ എന്താക്കുകയാണ്, ഡിവൈഡ് ചെയ്യാണ്. സോ ഡെൽറ്റ V/ഡെൽറ്റ ടി ഇസ് ഈക്വൾ ടു V/R ഇൻറ്റു ഡെൽറ്റ R/ഡെൽറ്റ ടി. ഡെൽറ്റ ടി ടെൻസ് ടു 0, കുഞ്ഞു ഡെൽറ്റ ടി ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അങ്ങനെ ആ സമയത്ത് എന്താക്കണം, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു ഞാൻ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ V/ഡെൽറ്റ ടി ഇസ് ഈക്വൾ ടു V/R ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ R/ഡെൽറ്റ ടി. എനിക്കറിയാം എന്ത്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ V/ഡെൽറ്റ ആർ എന്താണ്, ആക്സിലറേഷൻ ആണ്, ഇസ് ഈക്വൾ ടു V/R ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ R/ഡെൽറ്റ ടി എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൾ ടു V/R ഇൻറ്റു V എന്ന് കിട്ടും. V ഇൻറ്റു V എന്താണ്, V² ആണ്. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൾ ടു V²/R എന്ന് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ. എനിക്കറിയാം എന്ത്, V ഇസ് ഈക്വൾ ടു R ഒമേഗ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ നേരെ അതെന്താക്കിയ Vയുടെ സ്ഥാനത്ത് പുട്ട് ചെയ്യാണ്. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൾ ടു R ഒമേഗ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, R കിട്ടും. 2 R എന്താണ്, റേഡിയസ് ആണ്. സോ R നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അവസാനം എനിക്ക് എന്ത് കിട്ടി, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു R ഒമേഗ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇത്രയാണ് എന്ത് നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷനിൽ പഠിക്കാനുള്ള ഇക്വേഷൻ ചോദിക്കാറുണ്ട്, ഡിറൈവ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദി ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ സ്പീഡ് V ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R ഹാസ് എ മാഗ്നിറ്റ്യൂഡ് V²/R. എന്തായിരിക്കും, ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, V²/R ആയിരിക്കും. ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ. സെൻറ്ററിലേക്കായിരിക്കും എന്താണ്, ഓൾവേസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് A അല്ലേ, എയുടെ ഡയറക്ഷനാണ് കാണിച്ചത്, ഇത് റേഡിയസ് ആണ്. ദിസ് ഈസ് വൈ ദ ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഓൾവേസ് എന്തായിരിക്കും, ആ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, സെൻറ്ററിലേക്കായിരിക്കും. അതുകൊണ്ടാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സേ ഉള്ളൂ കഴിഞ്ഞ് നമ്മുടെ എന്താണ് ചാപ്റ്റർ കഥ. ഓക്കെ, നോക്കാം. എന്താണ് ടൈം പീരിയഡ്. The time taken by an object to make one revolution is known as time period. എന്താണ്, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇതാണ് എന്ത്, എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണെന്ത്, ടൈം പീരീഡ്. ഒരു കറക്കം കറങ്ങി എത്താൻ എടുക്കുന്ന ടൈമാണെന്ത്, ടൈം പീരീഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് ഞാൻ തുടങ്ങി സർക്കുലാർ പാത്തിൽ ഓടി തിരിച്ചിവിടെ എത്തിയാൽ എൻ്റെ 1 സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ, അതാണെന്ത്, ടൈം പീരീഡ്. ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് ടു മേക്ക് 1 റെവല്യൂഷൻ. ഓക്കെ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്ത്, ഒമേഗ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ന് എനിക്കറിയാം അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. നോക്കിയേ, സർക്കിൾ തിരിച്ചിവിടെ എത്തുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, യെസ്, സർക്കംഫറൻസ് ആണല്ലേ, എന്താണ്, 2π ആണ്. സോ 2π ഡിവൈഡഡ് ബൈ ടൈം ടി എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എന്ത് കിട്ടി, ടൈം പീരീഡ് എന്ന് വെച്ചാൽ എനിക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്താൽ പോരെ, ഈക്വൽ ടു 2π/ω. കൺവേർട്ട് ചെയ്തപ്പോൾ ടി ഈക്വൽ ടു 2π/ω കിട്ടി.
ടി ഈസ് ഈക്വൽ ടു 2π/ω. ഇതാണ് എന്ത് ടൈം പീരീഡിനുള്ള ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു 2π/ω. ഓക്കെ. ഫ്രീക്വൻസി ഒന്നുമില്ല, ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ആണെന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് റെവല്യൂഷൻ മെയ്ഡ് ഇൻ 1 സെക്കൻഡ്. എത്ര റെവല്യൂഷനാണോ 1 സെക്കൻഡിൽ ഉണ്ടാക്കിയത് അതാണെന്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എഫ് ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ. ഓക്കെ, ന്യൂ വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂ ഈസ് ഈക്വൽ ടു 1/t. ഓക്കെ, ഇതിനാണ് ടൈമിൻ്റെ റെസിപ്രോക്കൽ. അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ ടൈം. യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ്. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. എത്ര റെവല്യൂഷനാണോ 1 സെക്കൻഡിൽ ഉണ്ടാക്കിയത് അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സോ നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഷനെ പ്ലെയിനിൽ പഠിക്കാനുള്ള. ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം എന്ത്, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ മടിക്കരുത്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ചാപ്റ്റർ നമ്മുടെ കയ്യിൽ ഒതുങ്ങും. നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ഫ്രീക്വൻസി? ഒമേഗയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. എന്താണ് ഒമേഗയും ഫ്രീക്വൻസി? ഒമേഗ എന്താണ്? യെസ്, ആങ്കുലാർ വെലോസിറ്റി. ആങ്കുലാർ വെലോസിറ്റിയും എൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത്. ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധം എന്താണ് പറഞ്ഞേ? യെസ്, എനിക്കറിയാം. എന്ത്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω ആണെന്നറിയാം. അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണെന്ന് എനിക്കറിയാം. അറിയാലോ. എന്തറിയാം എനിക്ക്? ടൈമിൻ്റെ റെസിപ്രോക്കലാണെന്ത് വെലോസിറ്റി എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്നത് ടൈമിൻ്റെ റെസിപ്രോക്കലാണ്. 1/t ആണല്ലേ. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/t ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒമേഗാൻ എനിക്ക് എങ്ങനെ എഴുതാം? ടൈം പീരീഡിന് എങ്ങനെ എഴുതാം എനിക്ക്? സോറി, ഒമേഗ ടൈം പീരീഡിന് എങ്ങനെ എഴുതാം? യെസ്, ടി ഈസ് ഈക്വൽ ടു അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ω/2π. ω/2π ദാറ്റ് ഈസ്, അല്ലെങ്കിൽ എനിക്കറിയാം എന്ത് 1/t ആണെന്ത് യെസ്, എൻ്റെ ഫ്രീക്വൻസി എന്നറിയാം. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 1/t എന്ന് എനിക്ക് എഴുതിക്കൂടെ? 2π ഇൻറ്റു 1/t എന്ന് എഴുതിക്കൂടെ? ഈ 1/tൻ്റെ സ്ഥാനത്ത് ഞാൻ എന്താക്കാണ്? ന്യൂ എന്ന് കൊടുക്കുകയാണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഓക്കെ, ഒമേഗയും തമ്മിൽ എന്താണ് റിലേഷൻ അല്ലേ? ഒമേഗയും ന്യൂവും തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. എങ്ങനെയാണ് കിട്ടിയത്? എനിക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/, ടൈം പീരീഡ് ആണല്ലേ. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ആണെന്ത് ന്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π/ω അല്ലേ. സോ ഈ ബൈ ടീനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/t എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2π ഇൻറ്റു 1/t. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ വി അല്ല കേട്ടോ, ഇത് ന്യൂ ആണ്. ഇത് ന്യൂ. ഒമേഗ ന്യൂ ആൻഡ് ടി എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണല്ലേ. എനിക്ക് എങ്ങനെ എഴുതാം പറഞ്ഞേ? ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2π/ω എന്ന് കിട്ടും. ടൈം പീരീഡിൻ്റെ നേരെ റെസിപ്രോക്കലാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? ടി ഇസ് ഈക്വൽ ടു ω/2π എന്ന് എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? ഇതും എന്താണ്? എൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ന്യൂ ഇസ് ഈക്വൽ ടു ടൈം അല്ല, ന്യൂ ഇസ് ഈക്വൽ ടു ω/2π എന്നുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് എന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ്സിനും ഏത് എക്സാം ആയിക്കോട്ടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഒരിക്കലും ഈ ചാപ്റ്റർ പഠിക്കുമ്പം ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഓക്കെ, നോക്കൂ, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ ഇൻസെക്ട് trapped in a circular groove of radius 12 cm moves along the groove straightly and complete 7 revolution in 100 seconds. What is the angular speed and the linear speed of the motion? B എന്താണ്?
Is the acceleration vector a constant vector? What is its magnitude? എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. സർക്കുലർ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. along the groove straightly and complete 7 revolution in 100 second. ആംഗുലാർ സ്പീഡും ലീനിയർ സ്പീഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ എനിക്ക് എന്താണ് മീറ്ററിലേക്ക് മാറ്റണം. സോ 12 × 10⁻², ദാറ്റ് ഈസ് 0.12 മീറ്റർ എന്ന് കിട്ടി. എന്താണ് റെവല്യൂഷൻ? നമ്പർ ഓഫ് റെവല്യൂഷൻ എത്രയാണ്? 7 ആണ്. ടൈം പീരീഡ് എത്രയാണ്? 100 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ആംഗുലാർ സ്പീഡ്, ലീനിയർ സ്പീഡ്. ഓക്കെ, ആംഗുലാർ സ്പീഡും ലീനിയർ സ്പീഡുമാണ് കണ്ടെത്തേണ്ടത്. ബി എന്താണ്? ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ വെക്റ്ററും കോൺസ്റ്റന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയാലോ? നോക്കാം. ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒമേഗ പറഞ്ഞ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലേ ഒമേഗ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടല്ലേ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. 2π എന്ന് വെച്ചാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് സർക്കിള് എന്താണ്? ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതാണെന്ത്? 2π എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 സർക്കിളാണല്ലേ, 7 റെവല്യൂഷനാണ് ഇതാക്കിയത്. ദാറ്റ് ഈസ് 7 സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 7 × 2π ആയിരിക്കില്ലേ? 7 × 2π ആയിരിക്കില്ലേ? 7 കംപ്ലീറ്റ് റൊട്ടേഷൻ ഇവിടെ ചെയ്തു. സോ 7 × 2π ആയിരിക്കും ഉണ്ടാവുക അവിടെ, ഡിവൈഡഡ് ബൈ എൻ്റെ ടൈം. ഒമേഗ ഇസ് ഈക്വൽ ടു 7 × 2π ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 100 സെക്കൻഡ്. ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക്? 7 × 2π. എത്ര കിട്ടും? ഏകദേശം എനിക്ക് കിട്ടുക 0.44 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. 7 × 2π ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇത്രയാണ് 0.44 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത്? എൻ്റെ ഒമേഗ എന്ന് പറയുന്നത്. എന്താണ്? ലീനിയർ വെലോസിറ്റിയോട് കണ്ടുപിടിക്കണം. വിയും കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ എൻ്റെ ആർ എത്രയാണ്? റേഡിയസ് എത്രയാണ്? 0.12. 0.12 ഇൻറ്റു ഒമേഗ എത്രയാണ്? 0.44. എത്ര കിട്ടും എനിക്ക്? 0.12 ഇൻറ്റു 0.44 ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.053. ഓക്കെ, 0.053 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, 0.053 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതിൻ്റെ ലീനിയർ സ്പീഡ്. ആംഗുലാർ സ്പീഡ് എത്രയാണ്? 0.44 റേഡിയൻ പെർ സെക്കൻഡ്. എങ്ങനെയാണ് കിട്ടിയത്? എനിക്കറിയാം എൻ്റെ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/ടൈം ആണല്ലേ. 2π എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണെന്ത്? 2π എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 7 × 2π. സോ 7 × 2π ഡിവൈഡ് ബൈ ടൈം. എടുത്ത ടൈം എത്രയാണ്? 100 സെക്കൻഡ് ആണ്. സോ 100 ഡിവൈഡ് ബൈ 100 ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. 0.44 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടി. ഇനി വി എന്താണ്? ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ സ്പീഡാണ്. ലീനിയർ സ്പീഡും ആംഗുലാർ സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 0.12 ആണ്. ഇൻറ്റു ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചു 0.44. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 0.053 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ലീനിയർ ആണ്, സോ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്താണ്? ആംഗുലാർ ആണ്, സോ റേഡിയൻ പെർ സെക്കൻഡ് വന്നു. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്നാണ് ചോദിച്ചത്. ആക്സിലറേഷൻ വെക്റ്റർ കോൺസ്റ്റൻ്റ് ആണോ? പറഞ്ഞേ അല്ല. കാരണം എന്താണ്? റേഡിയസ് എന്താണ്? സെൻറ്ററിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ഓരോ ഡയറക്ഷനിൽ എന്തായിരിക്കും? സെൻറ്ററിലേക്കായിരിക്കും. സോ അവിടെ എന്താണ്? ഡയറക്ഷൻസ് ചേഞ്ച് ഉണ്ടാവും. സോ എന്താണ്? ആക്സിലറേഷൻ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ അല്ല. നോ അല്ലേ? നോ, ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ അല്ല. എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പറഞ്ഞേ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v²/r എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു r ω². ഏത് ഇക്വേഷനിൽ കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഞാനിപ്പോൾ എന്താണ്? a ഈസ് ഈക്വൽ ടു v²/r കൊടുക്കാം. 0.053 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.12. ഓക്കെ, ആൻസർ എത്ര കിട്ടും എനിക്ക്?
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം ആണോ നോക്കാൻ ആർ ഒമേഗ സ്ക്വയറിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആണോ അല്ലയോ എന്ന് കിട്ടും. ഓക്കെ, എനിക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? യെസ്, ഏകദേശം ഒരു 0.023 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓക്കെ, 0.023 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഈ ആർ ഒമേഗ സ്ക്വയറിൽ കൊടുക്കുമ്പോൾ 0.12 ഇൻറ്റു ഒമേഗ എത്രയാണ്? 0.44 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അത്രയേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആൻസർ രണ്ടും സെയിം ആയിരിക്കും, 0.023 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോൾ trapped in a circular path of radius 10 centimeter moves steadily and completes 10 revolutions in 100 seconds. What is the angular velocity and what is the linear velocity of the motion? നേരത്തെ ചെയ്ത് തന്നെ സെയിം. നോക്കൂ, എന്താണ്? സർക്കുലാർ പാത്ത് ഓഫ് റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്ര വരും? 0.1 മീറ്റർ അല്ലേ? സ്ട്രീറ്റ്ലി ആൻഡ് കംപ്ലീറ്റ് 10 റെവല്യൂഷൻ. എത്രയാണ്? 10 റെവല്യൂഷനാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ടൈം എത്രയാണ്? 100 സെക്കൻഡിൽ. ആംഗുലാർ വെലോസിറ്റി എന്താണ്? ലീനിയർ വെലോസിറ്റി എന്താണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നോക്കൂ, എനിക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടൈം ആണല്ലേ. എത്ര 2π ആണ് ഇവിടെ ഉണ്ടാകുന്നത്? 10. സോ 10 ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ ടൈം ഇസ് 100. ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ 10. എത്ര വരും എന്നറിയാമോ നിങ്ങൾക്ക്? 2π ഡിവൈഡഡ് ബൈ 10 എത്ര വരും? നോക്കൂ 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു ഹരിക്കണം ഡിവൈഡ് ബൈ 10. 0.628 ഓക്കെ റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് എൻ്റെ ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 0.628. ഓക്കെ, മനസ്സിലായോ? 0.628 ആയിരിക്കും എൻ്റെ ഒമേഗ എന്ന് പറയുന്നത്. ഇനി എന്താണ് എൻ്റെ വെലോസിറ്റി? വി കണ്ടുപിടിക്കണം. വി എന്താണ് പറഞ്ഞ? വി എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് കൊടുക്കുക. ആർ ഒമേഗ ആർ എത്രയാണ്? 0.1 ഇൻറ്റു 0.628 എത്രയാണോ വരിക അതാണെന്ത് എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കണം അത് എത്ര വരികയെന്ന്. നോക്കണോ? നോക്കളയാം. എവിടെ 0.1 ഇൻറ്റു 6 കിട്ടുക നമുക്ക് എത്രയാണെന്നറിയാമോ? 6.28 ഇൻറ്റു 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. 6.28 ഇൻറ്റു 10⁻² മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഒന്നുമില്ല, നേരത്തെ ചെയ്ത് തന്നെ, അതുകൊണ്ട് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. ഒമേഗ 2π ബൈ ടി ആണ്. ഇവിടെ 10 റെവല്യൂഷനാണ് എടുത്തത്. സോ 10 ഇൻറ്റു 2π ബൈ ടി ആയിരിക്കും. എൻ്റെ വി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ്. സോ ഈ ഒമേഗ കിട്ടിയത് ആറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇവിടെ ഓൾറെഡി ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. ഇനി യൂണിഫോം സർക്കുലാർ മോഷൻ വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഒരു യൂണിഫോം സർക്കുലാർ മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുകയെന്ന്? അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഇല്ലേ? ഏതാണ് സ്പീഡിലെ സ്പീഡാണെന്ത് യൂണിഫോം സർക്കുലാർ മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ്, ഈസ് ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ ഈസ് കോൺസ്റ്റൻറ്റ് വെക്റ്റർ? വെലോസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആണോ എന്നാണ് ചോദ്യം. ആണോ? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയെന്ന് വെച്ചിട്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുമോ? ഇല്ല അല്ലേ? നോ. ഈവൻ ദോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ദ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് അല്ലേ? എന്താണ്? യെസ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്താണ്? വെലോസിറ്റി ഒരിക്കലും യൂണിഫോം സർക്കുലാർ മോഷനിൽ സെയിം ആവില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ടാൻജൻഷ്യൽ ടു ദി സർക്കുലാർ പാത്ത്. ആ സർക്കുലാർ പാത്തിന് ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ഈസ് ദർ
എനി ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആണോ? ഒബ്വിയസ് ആയിട്ടും ആണല്ലേ. യെസ്. ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ദർ ഈസ് ആക്സിലറേറ്റഡ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഈസ് ദി ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ എ കോൺസ്റ്റന്റ് വെക്റ്റർ? ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആണോ? ആണോ? നോ അല്ലേ? അല്ല. നമുക്കറിയാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണെങ്കിലും എന്താണ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അതെന്താണ് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ അല്ല. ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ അല്ല നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, രമേഷ് ഒബ്സർവ് ദ മോഷൻ ഓഫ് എൻ ഇൻസെക്ട്. ഇൻസെക്റ്റ് ആണിത്. ഇൻസെക്ട് ഇൻ എ സർക്കിൾ. He finds that it travels 6 revolution. എത്രയാണ്? 6 revolution in an anti-clockwise direction for a time of 31.4 second. Find the angular velocity of the insect. ഒമേഗ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒമേഗ കണ്ടുപിടിക്കുക? യെസ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2π ബൈ ടൈം അല്ലേ? ടൈം പീരീഡ്. എത്ര റെവല്യൂഷനാണ്? 6 × 2π ബൈ ടൈം എത്രയാണ്? 31.4. That is omega is equal to 6 × 2π by 6 × 2π divided by 31.4. 1.2 radian per second. 1.2 radian per second കിട്ടും. ഓക്കെ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ ഡയറക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡുമായിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയോ ഇവിടെ ചെയ്യാൻ? ഇല്ല. ഇവിടെ ഡയറക്ഷൻ എന്താണ്? നോക്കുക വേണ്ട. ഓക്കെ. ഡയറക്ഷൻ ഇവിടെ ഒരു തരത്തിലും ഇവിടെ ഡയറക്ഷൻ ബാധിക്കുന്നില്ല. ഓക്കെ. ഓക്കെ. എത്രയായിരിക്കും? ആംഗുലാർ വെലോസിറ്റി 1.2 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ആയിക്കോട്ടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിക്കോട്ടെ ചെയ്യേണ്ട മെത്തേഡൊക്കെ സെയിം ആണ്. എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. വാല്യൂസ് അതിലേക്ക് പുട്ട് ചെയ്യുക. നെക്സ്റ്റ്, എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 18 സെൻറ്റിമീറ്റർ. എന്താണ്? 18 സെൻറ്റിമീറ്റർ എന്താണ്? ഒരു സ്ട്രിങ്ങിൽ എന്താണ്? ഒരു സ്റ്റോൺ ടൈ ചെയ്തു. എൻ്റെ സ്റ്റോൺ ഇതാണ് എൻ്റെ സ്റ്റോൺ. എൻ്റെ സ്റ്റോൺ ഇതിൽ ടൈ ചെയ്തു. എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണത്. 80 സെൻറ്റിമീറ്റർ 18 ആണ്. ഈസ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. എന്താണ്? ഒരു സർക്കുലർ സ്പീഡിൽ സർക്കുലർ പാത്തിൽ ഇത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എന്താണ് ഇത് മൂവ് ചെയ്യാണ്. ഇഫ് ദ സ്റ്റോൺ മേക്ക് 14 റെവല്യൂഷൻ. എത്രയാണ്? 14 റെവല്യൂഷൻ ഇത് മേക്ക് ചെയ്തു ഇൻ 25 സെക്കൻഡ്. എത്രയാണ്? 25 സെക്കൻഡിൽ ഇത് 14 റെവല്യൂഷൻ മേക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണ് നമ്മളോട് ചോദ്യം. നോക്കിയേ, ഇതെന്താണ്? ഈ 80 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് അല്ലേടാ. നോക്കിയേ, ഇവിടം തൊട്ടാണ് ഇതാണ് എൻ്റെ സ്ട്രിങ്. അതിൻ്റെ ലെങ്ത് ആണ് 80 സെൻറ്റിമീറ്റർ. സോ എൻ്റെ റേഡിയസും എൻ്റെ ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ എന്താണ്? റേഡിയസ് ആണ്. സോ എൻ്റെ റേഡിയസ് ആണെന്ത്? 18 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 0.8 സെൻറ്റിമീറ്റർ. 0 മീറ്റർ. ഓക്കെ. നോക്കിയേ, എന്താണ്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ എന്താണ്? നമുക്കറിയാം v²/r ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? r⍵² ആണ്. ഏത് ഇക്വേഷൻ വേണം നമുക്ക് യൂസ് ചെയ്യാം? അത് നമുക്ക് എന്താണ്? v ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ഒമേഗ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒമേഗ കണ്ടുപിടിക്കുന്നു. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ടൈം പീരീഡ് അല്ലേ? എത്ര റെവല്യൂഷനാണ് മേക്ക് ചെയ്തത്? 14 റെവല്യൂഷൻ. 14 × 2π എൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 25 സെക്കൻഡ് ആണല്ലോ. ദാറ്റ് ഈസ് 14 × 2π ഡിവൈഡ് ബൈ 25 സെക്കൻഡ് അല്ലേ? നോക്കൂ എത്രയാണ്? 2π × 25 സെക്കൻഡ് 3.52 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. എത്രയാണ്? 3.52 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും എൻ്റെ ഒമേഗ എന്ന് പറയുന്നത്. ഇനിയാണെങ്കിൽ എൻ്റെ വി കണ്ടുപിടിക്കണോ ഞാൻ? വേണ്ട. ഓൾറെഡി എനിക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് a ഇസ് ഈക്വൽ ടു r⍵² എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇനി ഈ ഇക്വേഷനിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് v കണ്ടുപിടിക്കാം. v ഇസ് ഈക്വൽ ടു r⍵ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് v കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
നിങ്ങൾ അത്രയ്ക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട, എക്സാമിന് ടൈം ഉണ്ടാവില്ല. സോ നമുക്ക് A = r⍵² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് A = r എത്രയാണ് 0.8 അല്ലേ ഇൻറ്റു ω², 3.52 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് 3.52 ഹോൾ സ്ക്വയർ ഇൻറ്റു 0. ഏകദേശം 9.86 m/s² കിട്ടും. ഓക്കെ, 9.86 m/s² കിട്ടും എന്ത് എൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ഇത്രയാണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉള്ളത്. എല്ലാവർക്കും എല്ലാ കൺസെപ്റ്റും അടിപൊളിയായി സെറ്റായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് ജസ്റ്റ് നമുക്ക് ഓടിച്ചൊന്ന് പോവാം. ഓക്കെ, ഓടിച്ച് പോവാം. മോഷൻ ഇൻ എ പ്ലെയിനായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അത് നമ്മൾ സ്കേലാസ് എന്താ, വെക്ടേഴ്സ് എന്താ പഠിച്ചു. അതേപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ പഠിച്ചു അല്ലേ, റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ പഠിച്ചു. ശേഷം എന്താണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് പഠിച്ചു. ഈക്വൽ വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്, 0 യൂണിറ്റ് വെക്ടേഴ്സ്, പിന്നെന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ, പിന്നെന്താണ് കോ ഇനീഷ്യൽ, കോ പ്ലാനർ, ആൻറ്റി പാരലൽ, കൊലീനിയർ. പിന്നെ പൊസിഷൻ വെക്ടർ എന്താ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ എന്താണ് വെക്ടർ ബൈ എ റിയൽ നമ്പർ അത് പഠിച്ചു. പിന്നെന്താണ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. രണ്ട് എഡിഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ ഓഫ് വെക്ടർ എഡിഷനും പാരലലോഗ്രാം ഓഫ് വെക്ടർ എഡിഷനും പഠിച്ചു. സോ അത് കഴിഞ്ഞിട്ട് പാരലലോഗ്രാമിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടു. എന്തായിരുന്നു മാഗ്നിറ്റ്യൂഡ് = √(a² + b² + 2ab cos θ അല്ലേ. ആംഗിൾ എന്തായിരുന്നു tan α = b sin θ ഡിവൈഡഡ് ബൈ a + b cos θ അല്ലേ. a + b cos θ, b sin θ ഡിവൈഡഡ് ബൈ a + b cos θ. അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടീഷൻസ് കൊടുത്തു. പിന്നെ എന്താണ് പഠിച്ചത്? യെസ്, റെക്റ്റാങ്കുലർ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചു അല്ലേ. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ റിസോൾവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു. നെക്സ്റ്റ് എന്താണ് റെക്റ്റാങ്കുലർ കമ്പോണൻസ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. AX നമുക്ക് a cos θ എന്നും AYനെ a sin θ എന്നും നമ്മൾ വിളിച്ചു അല്ലേ. തീറ്റയുടെ അടുത്ത് ഏതാണോ ഉണ്ടാവുക അതായിരിക്കും എന്ത് a cos θ. അതുകൊണ്ട് സ്കേലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചു. എന്താണ് മോഷനെ പ്ലെയിനിലേക്ക് പോയി പൊസിഷൻ വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത് നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്റ്റൈൽ മോഷൻ. പ്രൊജക്റ്റൈൽ മോഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. എല്ലാ ഫിഗർ നിങ്ങൾ നല്ല ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്താണ് എന്തായാലും ചോദിക്കുന്നതാണ് ഡിറൈവ് ചെയ്യാൻ പ്രൊജക്റ്റൈൽ മോഷൻ ഇക്വേഷൻ. ഓക്കെ, പാത്ത് പരാബോളയാണെന്ന് ചോദിക്കാറുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് എക്സാം ടഫ് ആക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇടുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. മാക്സിമം ഹൈറ്റ് h = u² sin² θ/ 2g. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ/g. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് u² sin 2θ/g. ഇപ്പം എന്താണ് ഡെറിവേഷനും അറിഞ്ഞിരിക്കണം, അല്ലാണ്ട് സിംഗിളായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നേരെ പോയത് ഏതിലേക്കായിരുന്നു? യെസ്, യൂണിഫോം സർക്കുലാർ മോഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം സർക്കുലാർ മോഷനിലെ എക്സാമ്പിൾസ് പറഞ്ഞു. എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ പറഞ്ഞു. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. അതും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള എന്താണ് റിലേഷൻ x = r⍵ ആണെന്ന് കണ്ടെത്തി. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്താണ് പഠിച്ചു. അതേപോലെ തന്നെ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള v = r⍵ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്തി. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്തായിരുന്നു? യെസ്, ആക്സിലറേഷൻ ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ. അതാണ് എന്ത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ എന്താണ് ഇക്വേഷൻ a = r⍵² അല്ലെങ്കിൽ a = v²/r എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞുള്ള കുഞ്ഞു പോർഷൻസ് നമ്മൾ കണ്ടു, അത് പഠിച്ചു. സോ ഇത്രയാണ് നമ്മളെന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലുള്ള എല്ലാ ഭാഗവും എന്താണ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എക്സാമിന് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടില്ലാണ്ട് എന്താണ്
പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.